ഇടയ്ക്ക് കറണ്ട് പോയി, അതിലാണ് ആ ഒരു തടസ്സം വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് ആ ഒരു ഭൗതിക ജീവിതത്തിൽ ഒരു സാധകൻ ഭൗതിക ജീവിതം നയിക്കുന്ന സമയത്ത് അവൻ നേരിടുന്ന പ്രതിബന്ധങ്ങളും അതിനെ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നു. അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഗുരുവിൻ്റെ കൃപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും എന്ത് ജോലി ചെയ്താലും നമുക്ക് സാധകനായി തന്നെ ജീവിക്കാൻ പറ്റും. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, ഞാൻ വേറെ കാര്യം പറയാൻ പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ കഴിഞ്ഞ എല്ലാ നവരാത്രിയിലും പങ്കെടുത്തു. ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ വിട്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഈ ഗുരു തരുന്ന എക്സ്പീരിയൻസസ് സ്പിരിച്വൽ മാത്രമല്ല, ഭൗതികവും കൂടെയാണ്. കാരണം ഞാനിവിടെ എൻ്റെ ഭൗതിക ലൈഫ് എൻഡ് ചെയ്യിക്കാൻ വേണ്ടി വന്ന ആളാണ്. ആത്മീയ ജീവിതം തുടങ്ങാൻ വേണ്ടി വന്ന ആളാണ്. എൻ്റെ ഭൗതിക ജീവിതം വീണ്ടും തുടങ്ങിച്ച് തന്ന ആൾ പാളിയമ്മയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഭൗതിക ലൈഫും ഇവിടെ എനിക്ക് ഓരോ ഗുരുവിലും എനിക്ക് ഓരോ എക്സ്പീരിയൻസും. എൻ്റെ മൂന്നാമത്തെ ഗുരു ഞാൻ ഗുരുജിയുടെ കൂടെ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ ഗൾഫിൽ നിന്ന് വന്ന സമയത്താണ് ഞാൻ എന്താ പറയുക യാദൃച്ഛികമായിട്ട് പെണ്ണ് കാണുന്നത്, പിന്നെ അത് കല്യാണത്തിലോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ഗുരുവിന് വന്നപ്പോഴത്തേക്ക് ആൾ വന്നിട്ട് പോയി ഒരു 1 മന്തിലാണ് എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആവുന്നത്. കഴിഞ്ഞ ഗുരുവിന് ഞാൻ വന്നു, എൻ്റെ കുഞ്ഞിൻ്റെ ചരടിട്ട് അതുമായിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യത്തെ ഗുരുവും എനിക്കൊരു എക്സ്പീരിയൻസ്. ഇപ്പോഴത്തെ ഗുരുവിൽ വീട് വയ്ക്കാനുള്ള ഒരു തറക്കല്ലിടാനുള്ള ഒരു പ്ലാനുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മീയതയും ഭൗതികതയും ഇത് രണ്ടും ഒരേ. ഇപ്പം ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഇത് സ്പിരിച്വൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരാൾ, അതായത് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, എൻ്റെ അടുത്ത് നല്ലൊരു ഫ്രണ്ടാണ്. പുള്ളി ദുബായ് അലുമിനിയത്തിൽ വർക്ക് ചെയ്ത നല്ല ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. പുള്ളിയുടെ നെയ്യാറ്റിങ്ങുള്ള ആളാണ്. പുള്ളി എന്നോട് തർക്കിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഒരിക്കലും നമുക്ക് ഭൗതിക ലൈഫും ആത്മീയ ലൈഫും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷേ അന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഗുരുജിയുടെ അടുത്ത് വന്നിട്ടില്ല. പക്ഷേ അന്ന് ഞാൻ എൻ്റെ ഗുരുവായിട്ട് കാണുന്നത് എൻ്റെ അന്തര്യാമിയെ തന്നെയായിരുന്നു. എനിക്ക് ഗൈഡൻസ് ഉണ്ടായിരുന്നു. ഞാനൊരു ശിവോപാസകനാണ്, ഒപ്പം തന്നെ ദേവി ഉപാസകനുമാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പോലും അറിയാതെ ഞാൻ പുള്ളിയോട് പറഞ്ഞ ഡയലോഗ്സാണ്, ഭൗതിക ലൈഫും ആത്മീയ ലൈഫും ഇന്ന് 2 ലൈഫില്ല. സംഭവം അത് ഒരൊറ്റ ലൈഫ് തന്നെയാണ്. നമ്മുടെ കാഴ്ചപ്പാടുകളാണ് അതിന് 2ആയി കാണുന്നത്. അപ്പോൾ അത് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും എന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, എങ്കിൽ നീ അത് എനിക്ക് തെളിയിച്ച് കാണിച്ചു തന്നെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും അത് തെളിയിച്ച് കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്രയും അങ്ങ് ഭയങ്കര ഇതൊന്നും ആയിട്ടില്ല. കാരണം ഞാൻ അതിന് ഉദാഹരണം പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ ഗുരുവിന് പങ്കെടുക്കാൻ വേണ്ടി നവരാത്രിയുടെ ഫസ്റ്റ് ഡേയിൽ ഞാൻ വന്നതാണ്. അപ്പോൾ അതായത് 7 ഡേയ്സ്, ഇന്നലെ 7 ഡേയ്സ് ക്വാറന്റൈൻ ആയിരുന്നു. കൊറോണയുടെ കാരണം 7 ഡേയ്സ് ക്വാറന്റൈൻ ആയിരുന്നു. ഇന്നലെ പോയി ടെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് എൻ്റെ 1 വർഷത്തിന് ശേഷമാണ് എൻ്റെ വൈഫിനെയും കുഞ്ഞിനെയും ഞാൻ കാണുന്നത്. അവരെ കൂടെ ഞാൻ സ്പെൻഡ് ചെയ്തത് വെറും 3/4 മണിക്കൂറാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്തത് 4.5 മണിക്കൂറാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയിട്ട് വീണ്ടും അവരെ കൂടെ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ എൻ്റെ വൈഫ് അത് സത്യം പറഞ്ഞാൽ കാളിയമ്മ തന്നെ കൂട്ടി ഇണക്കിച്ച് തന്നത് കൊണ്ടായിരിക്കാം. അവൾ തന്നെയാണ് പലപ്പോഴും എൻ്റെ സാധനയും കാര്യങ്ങളെല്ലാം എന്നെ റിമൈൻഡ് ചെയ്തത്. ഒപ്പം തന്നെ അവൾ സാധന ചെയ്യുന്നുണ്ട്. പിന്നെ കാളിയമ്മയുടെ കൃപ കൊണ്ടുണ്ടായ എൻ്റെ കുഞ്ഞാണെങ്കിലും അവളിലും ഇപ്പോഴേ ആ ഒരു ഡിവിനിറ്റിയുടെ ഒരുപാട് സംഭവങ്ങൾ കാണുന്നുണ്ട്. അവൾ 1.5 വയസ്സേ ഉള്ളൂവെങ്കിലും അവൾ ഇപ്പോൾ അവർ വിളക്കെത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ ചെന്ന് തൊഴുക, അത് തൊട്ട് കണ്ണിൽ വയ്ക്കുക. അതുപോലെ സരസ്വതി ദേവിയുടെ ഫോട്ടോ നോക്കിയിട്ട് അമ്മ എന്ന് വിളിക്കുക, ഗുരുദേവൻ്റെ ഫോട്ടോ നോക്കിയിട്ട് അപ്പൂപ്പാന്ന് വിളിക്കുക. അപ്പോൾ അതെല്ലാം എന്തൊക്കെയോ സംഭവം നമ്മളുടെ അല്ല, നമ്മളിലൂടെ കാളിയമ്മ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഞാനെന്ന് ഞാൻ ഇത്രയും നേരം സംസാരിച്ചപ്പോഴും ഞാനല്ല യഥാർത്ഥത്തിലുള്ളത് ആ ഒരു പ്രാപഞ്ചിക ശക്തി. ഇപ്പോൾ എന്താ പറയുക, മറ്റേ ചാന്തോക്യോപനിഷത്തിൽ പറയുന്ന തത്വമസി, അത് നീ തന്നെ ആകുന്നു. പലരും അത് വാക്ക് ഉൾക്കൊള്ളാതെ അത് ഞാൻ തന്നെ ദൈവം. സത്യം പറഞ്ഞാൽ അത് എന്താണ് ഇതെന്ന് ഉൾക്കൊള്ളാതെ ആ ഒരു വാക്കിൽ പിടിച്ചുകൊണ്ട് പലരും അങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, ഒരുപാട് ദീർഘിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. നാളെ വിദ്യാക്ഷരം കുറിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ. എല്ലാം ഞാൻ എൻ്റെ കാളിയമ്മയുടെ